ഈ ഇന്ത്യ കണ്ട ഏറ്റവും വലിയൊരു കലാപങ്ങളിൽ ഒന്നായിരുന്നു ഗുജറാത്ത് കലാപം എന്നുള്ളത്. ഇപ്പോൾ എമ്പുരാൻ സിനിമയാണ് ഫുള്ള് ചർച്ച ചെയ്യപ്പെടുന്നത്. അപ്പോൾ എമ്പുരാൻ സിനിമ പല ആൾക്കാരെയും ഉറക്കം കെടുത്തിക്കൊണ്ട് തന്നെ അതിൽ 17 സീനുകളാണ് റിമൂവ് ചെയ്യാൻ പോകുന്നത്. ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോൾ ന്യൂ ജനറേഷൻ ആയിട്ടുള്ള ഒരുപാട് ആൾക്കാർക്കൊന്നും ഈ ഇതുപോലത്തെ ഒരു കലാപം ഇന്ത്യയിൽ നടന്നു എന്നുള്ളതിന് വ്യക്തമായ ധാരണ അതിനെക്കുറിച്ചുള്ള അറിവൊന്നുമില്ല. പക്ഷേ ഇന്നലെ മുതൽ നമ്മൾ ഇത്തരം വീഡിയോസ് റെഫർ ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതിനൊക്കെ വിത്തിൻ ഹാവ് ലാക്ക് പ്ലസ് വ്യൂസ് കിട്ടുന്നുണ്ടെങ്കിൽ ഐ തിങ്ക് ദേ സ്റ്റാർട്ടഡ് ലേണിംഗ് അബൌട്ട് ഇറ്റ്. ഇതിനെക്കുറിച്ച് ഒരു പഠിക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ടെന്നുള്ളത്. പിന്നെ ഞാൻ മനസ്സിലാക്കുന്നത് നമ്മൾ വിചാരിക്കുന്നതിൻ്റെ ഒക്കെ അപ്പുറത്തായിരിക്കും. കാരണം ഒരു സംവിധായകൻ, ആ സിനിമയുടെ എഴുത്തുകാരൻ ഇന്ത്യയിൽ നടന്നതായിട്ടുള്ള ഒരു ഇഷ്യൂവിനെ അഡ്രസ്സ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ആ കലാപം നടത്തിയ ആൾക്കാർ അസ്വസ്ഥരാകുകയും അവർ ഇതിനെ പ്രതിരോധിക്കാൻ വേണ്ടി വരും എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ അവർ ഈ കലാപം നടത്തിയ ആൾക്കാരെ പ്രതികൂലിക്കുന്ന ആൾക്കാരാണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ആൾക്കാരുള്ളത്. അവർ സ്വാഭാവികമായും ഈ സിനിമ ഒരു പേഴ്സണൽ മാറ്റർ എടുക്കുകയും ഈ സിനിമയുടെ വിജയം ഒരു വ്യക്തി താല്പര്യമായി എടുത്തിട്ട് ഈ സിനിമയെ മാക്സിമം പ്രൊമോട്ട് ചെയ്യുകയും ചെയ്യും. അതൊരു പക്ഷേ സംവിധായകൻ്റെയും അതിൻ്റെ അണിയർ പ്രവർത്തകൻ്റെയും മാർക്കറ്റിംഗ് സ്ട്രാറ്റജി വരെ ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ കാര്യം ചിന്തിക്കുക, നമ്മളൊരാളെ സപ്പോർട്ട് ചെയ്യുമ്പോഴും എതിർക്കുമ്പോഴൊക്കെ ഒന്നുകൂടി ചിന്തിക്കണം.